ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബേക്കിംഗ് സീരീസിൽ കാണിക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് കുക്കർ ഓവൻ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. കുക്കറിൽ നമുക്ക് ഓവൻ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. അതായത് വീട്ടിൽ ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും സാധാരണ കുക്കറിൽ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ലിറ്ററിൻ്റെ പാൻ ടൈപ്പ് കുക്കറില്ലേ, അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏത് കുക്കർ വേണമെങ്കിലും എടുക്കാം. കുറച്ച് വലിയ കുക്കർ ആയിരിക്കണം എന്നേ ഉള്ളൂ, കാരണം വേറൊരു പാത്രം നമുക്ക് ഇറക്കി വെക്കേണ്ടതാണ്. അപ്പം അത് കൊള്ളുന്ന രീതിയിൽ ഉള്ള പാത്രം നോക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ പാൻ ടൈപ്പ് കുക്കറാണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം കൈയൊന്നും പൊള്ളാതെ, കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കണ്ടല്ലേ. എനിക്ക് ആ ഇറക്കി വെക്കുന്നത് എപ്പോഴും ഭയങ്കര പേടിയാണ്, കാരണം കൈ പൊള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുക്കറാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് പാൻ ടൈപ്പ് കുക്കർ ഞാൻ എടുത്തു. ഇതൊരു 3 ലിറ്ററിൻ്റെ പ്രസ്റ്റീജിൻ്റെ കുക്കറാണ്. ഇതിലോട്ട് ഞാൻ ഏകദേശം 1 കപ്പ് നമ്മുടെ സാധാരണ ഉപ്പ് കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചു, സ്പ്രെഡ് ചെയ്യുക ഉപ്പ് നന്നായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കേക്ക് ബാറ്റർ ഒരിക്കലും വെക്കരുത്. അതായത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ കേക്ക് പാനിലാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഉപ്പിൻ്റെ മേലെ വെക്കരുത്. അതിന് ചെറിയൊരു ഗ്യാപ്പ് വേണം, കാരണം ആ ഉപ്പിൻ്റെ ചൂടിലാണ് നമുക്ക് കേക്ക് ബേക്കായി വരേണ്ടത്. ഓക്കെ, ഓവനിലും ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു റിങ് അതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുകയാണ്. റിങ് ഇല്ലെങ്കിൽ നമ്മുടെ കുക്കറിൽ, ചില കുക്കറിൽ ചെറിയൊരു പ്ലേറ്റ് വരാറുണ്ട് കുക്കറിൽ തന്നെ, അത് വെച്ച് കൊടുത്താലും മതി. ഈ റിങ് എല്ലാവരുടെയും വാങ്ങാൻ കിട്ടും, എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും, ഏത് പാത്രക്കടയിൽ പോയാലും കിട്ടും. ഇനി നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്കർ അടച്ചു വെക്കണം. അടച്ചു വെക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക, വിസിൽ പാടില്ല. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടാറുള്ള റബ്ബർ അതും പാടില്ല. അത് രണ്ടും മാറ്റിയിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് സ്റ്റവ് വെക്കുക, ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, കത്തിച്ചിട്ട് 15 മിനിറ്റ് ശേഷം ഇങ്ങനെയായിരിക്കും കുക്കർ കാണാനുണ്ടാവുക, കാരണം ഉപ്പിൻ്റെ കളറെല്ലാം മാറി അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കേക്ക് ബാറ്റർ, ഇത് ഏത് ബാറ്റർ ആയാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഞാനിവിടെ ചോക്ലേറ്റ് ബാറ്റർ ആണ് വെക്കുന്നത്. ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത ആഴ്ച ഷെയർ ചെയ്യുന്നതാണ്, അതുകൊണ്ട് എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഞാൻ കുക്കർ അടച്ചു. അതേമാതിരി റബ്ബറില്ല, വിസിലില്ല. ഞാൻ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി ഇടാൻ പോവാണ്, ഹൈ ഫ്ലെയിമിൽ മാറ്റിയിട്ട്. 15 മിനിറ്റിൽ തന്നെ നമ്മുടെ കുക്കർ പ്രീ ഹീറ്റ് ആയിട്ട് വരും. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ 3 ലിറ്ററിൻ്റെ കുക്കർ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു നിർബന്ധമില്ല. 5 ലിറ്ററിൻ്റെ കുക്കറാണ് കയ്യിലുള്ളെങ്കിൽ അതെടുക്കാം. പക്ഷെ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, കുറച്ച് വലിയ കുക്കറായിരിക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കൈ ഇറക്കുമ്പോൾ ചുറ്റും തട്ടാതെ പൊള്ളാതെ ശ്രദ്ധിക്കണം, കാരണം ഹൈ ഫ്ലെയിമിൽ ചുട്ട് പഴുത്തിരിക്കുന്ന കുക്കറാണ്, അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിക്കണം. കേക്ക് എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഓരോ കേക്കും വ്യത്യാസമായിരിക്കും അതിൻ്റെ ബാറ്റർ അനുസരിച്ചിട്ട്. അപ്പം കേക്ക് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം ചൂടാറിയ ശേഷം മാത്രം കുക്കറെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു എങ്ങനെയാണ് കുക്കർ ഓവൻ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.